അങ്ങനെ ഈ ഒരു മാസം കഴിയാറായി ഓൾറെഡി. ഇനിയിപ്പം ഒക്ടോബർ എന്ന് വെച്ചാൽ ബിറ്റ്കോയിനെ സംബന്ധിച്ച് നല്ല മന്താണ്. പക്ഷേ ഈ ഒരു സെപ്റ്റംബർ നല്ല മന്താണ്. എനിക്കിന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ ഏറ്റവും നല്ലൊരു മാസം തന്നെയാണ്. അപ്പം ബിറ്റ്കോയിൻ്റെ ബാക്കി പ്രൈസ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ബിറ്റ്കോയിൻ ഓൾറെഡി ആഗസ്റ്റിലാണ് 48K. നമ്മളൊരു 50K ഒക്കെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അവിടെ എത്തിയില്ല. ഇവിടെ വരെ എത്തിയുള്ളൂ. 53 ഉണ്ടോ, ഈ ഒരു 53, 52, ഇവിടെയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഈ ഒരു 54, ഈ ഒരു ഏരിയ ഒക്കെ കണ്ടോ, ഇവിടുന്ന് കയറി ഇപ്പം നിൽക്കുന്നത്. ഇപ്പം ആഗസ്റ്റിലാണ് ക്ലോസ് ചെയ്തത്. ഈ ഒരു 58,972 ക്ലോസ് ചെയ്തത്. നല്ലൊരു ബിയറിഷ് ആയിട്ടുള്ളൊരു മാസം എന്ന് വെച്ചാൽ ആഗസ്റ്റ് തന്നെ കണ്ടോ. ആഗസ്റ്റ് പിന്നുള്ളത് അതായത് ഏപ്രിൽ മാസവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡമ്പായ ഒരു മാസമാണ്. അത് ഹാൽവിങ്ങിൻ്റെ ഒരു മാസമായിരുന്നു ഏപ്രിൽ. ഓക്കെ, മെയ്യിൽ ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു, ജൂണിൽ റെഡായിരുന്നു, ഒരു വിക്ക് അടിച്ച് പോയി. പക്ഷേ ജൂലൈ 1 അങ്ങനെ ഒരു വിക്കായിരുന്നു. ആഗസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഒരു ക്രാഷുള്ള മാസമായിട്ടും ഈ ഒരു വർഷത്തെ ആഗസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പം വന്നത് ഓക്കെ. ഈ ഒരു മാസം ബിയറിഷ് ആണെന്നുള്ളൊരു മാസത്തിലെ ഒരു പെർഫോമൻസ് എന്ന് വെച്ചാൽ 11% പമ്പായി കിടക്കുകയാണ് ഇപ്പോഴും. ഇപ്പം നാളെ കൂടെ കഴിഞ്ഞാൽ ഈ ഒരു മാസത്തിൽ തീരുമല്ലോ. അപ്പോൾ നാളെ കൂടെ കഴിഞ്ഞാൽ നമുക്കറിയാം, എനിക്കൊന്ന് 62 അല്ലെങ്കിൽ 66K ഇടയ്ക്ക് ബിറ്റ്കോയിൻ എന്തൊക്കെയാണ് ക്ലോസ് ചെയ്യും. അപ്പം എല്ലാവരും പറഞ്ഞു ഈ ഒരു മാസം ഭയങ്കരമായിട്ട് ബിയറിഷാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ എല്ലാം ഓപ്പോസിറ്റാണ് പോയത്. പക്ഷേ അടുത്ത മാസം നമ്മൾ ഒക്ടോബർ എന്ന് പറയുന്നത് എല്ലാവരും നല്ല രീതിയിൽ പമ്പ് പ്രതീക്ഷിച്ചാൽ ഈ ഒരു 80K എത്തുമെന്ന് വിചാരിച്ചു. 80K എത്തിയാലും നല്ലതായിട്ട് സഡനായിട്ടൊരു ക്രാഷ് വരും. ഓക്കെ, അതും നോക്കുക. പിന്നെന്ന് വെച്ചാൽ കുറേ ടെലിഗ്രാം ബോട്ടുകൾ പുതിയതൊക്കെ ഇറങ്ങുന്നുണ്ട്. വെറുതെ അതിലൊക്കെ ജോയിൻ ചെയ്ത് സമയമൊന്നും കളയരുത്, വെറുതെ വേസ്റ്റ് ആക്കരുത് ടൈം. നമുക്ക് ഉള്ള ടൈം മാത്രം, നമുക്ക് ഫ്രീ ആവുന്ന ടൈം മാത്രം ഇതിലൊക്കെ ഇത് ചെയ്യുക. അപ്പോൾ ആമസ്റ്റർ പോലെ സ്കാംസ്റ്റർ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ഇനിയും വരും. അപ്പോൾ ടെലിഗ്രാമിലൊന്നുമുള്ള പ്രൊജക്റ്റിലൊന്നും പ്രോഫിറ്റ് കിട്ടിയാലായി അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ പലരും നോട്ട് കോയിനും ഡോക്സിലും ഒക്കെ ഭയങ്കര പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയും. അതിലും പ്രോഫിറ്റ് ആയിരിക്കും ഈ ഒരു ടെസ്റ്റ് നെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നതും സോഷ്യൽ അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുന്നതും. അപ്പോൾ അതൊന്നും കൂടുതൽ ഈ ടെലിഗ്രാമിലുള്ള കാര്യങ്ങൾ നോക്കാതിരിക്കുക. സമയം ഫ്രീ ആവുന്ന സമയത്ത് മാത്രം നോക്കുക. കൂടുതൽ നോക്കി നമ്മൾ ഇനിയിപ്പോൾ പുതിയൊരു പ്രൊജക്റ്റൊക്കെ ജോയിൻ ചെയ്താൽ ഒത്തിരി താമസമല്ലേ. ഓക്കെ, ഒന്നാമത് ഇത് യൂസർ കൂടുതലാണ്. ടെലിഗ്രാമിലൊക്കെ യൂസർ കൂടുന്തോറും ഇനി പ്രോഫിറ്റും എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ടോക്കണും കുറയും, എല്ലാവരും കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ട് മറ്റുള്ളത് കൂടെ നോക്കുക. അതും നോക്കുക, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നോക്കുക. മാർക്കറ്റിങ്ങിനാണ് നിങ്ങൾ ആർബിട്രം അങ്ങനെയുള്ള സുയി ഇതൊക്കെ നോക്കി വെക്കുക. പിന്നെന്ന് വെച്ചാൽ പുതിയ ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. RWA റിയൽ വേൾഡ് അസറ്റ്, അതിൻ്റെ ഇതിലുള്ള കുറേ പ്രൊജക്റ്റുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ക്യൂബിക് എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു പ്രൊജക്റ്റാണ്. പക്ഷേ അത് നല്ല സപ്ലൈ നല്ല ഹൈ ആണ്, പക്ഷേ അത് നല്ല പ്രൊജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ്. അപ്പോൾ ഒക്ടോബർ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നാളെയും കൂടെ ഉണ്ട് ഈ ഒരു മാസം. അപ്പോൾ ഒക്ടോബർ നല്ല രീതിയിൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ മാക്സിമം ഡിപ്പൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലെവറേജ് മാത്രം എടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.